കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പൊട്ടൻഷ്യൽ പൂൾ ഓഫ് കാൻഡിഡേറ്റ്സ് ഉള്ള പാർട്ടിയാണ്. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം അതിവേഗം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് താങ്കളെ പരിഗണിക്കാതിരുന്നപ്പോൾ ചെറിയ പരിഭവമൊക്കെ പറഞ്ഞ സമയത്ത് അബിൻ വർക്കിക്ക് നിയമസഭാ സീറ്റ് നൽകിക്കൊണ്ട് അത് പരിഹരിച്ചു ആ പ്രശ്നം എന്നായിരുന്നു കേട്ടിരുന്നത്. അത് നിങ്ങളുടെ കേൾവി മാത്രമാണ്. ദുരന്ത ബാധിതർക്ക് വീട് നൽകുന്നതിൽ അതിലൊക്കെ തന്നെയും ഇങ്ങനെ തർക്കങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്ര ഡിലേ വരുത്തുന്നതിലേക്കൊക്കെ പോകേണ്ടുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് പൊതുജന സമക്ഷത്തിൽ നിന്നും അത് പലവിധമായ ചലഞ്ചുകൾ മുഖേന ഫണ്ട് സ്വരൂപിച്ച് വയനാട്ടിൽ ഒരു സന്നദ്ധ പ്രവർത്തനമാണ് നടത്തുന്നത്. ഞങ്ങൾക്ക് ഭൂമി ലഭ്യമാകുമ്പോൾ അതിന് വേണ്ട നിയമപരമായ ഇളവുകൾ നൽകാൻ ഈ സർക്കാർ ബാധ്യസ്ഥമായിരുന്നല്ലോ. പക്ഷെ അത് നൽകിയില്ല. ഫണ്ടിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നതാണ് വലിയ ചോദ്യം. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ച പൈസയ്ക്ക് പാർട്ടിക്ക് കണക്കുണ്ട്. അത് പാർട്ടിയെ ബോധിപ്പിക്കും. നിങ്ങളെ ബോധിപ്പിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന CPM-കാരൻ്റെ ശൈലിയല്ല ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങളത് ബോധിപ്പിക്കാൻ തയ്യാറാണ്. 2 റെസിപ്റ്റ് വെച്ചാൽ പിരിച്ചതെന്നാണ് പറഞ്ഞത്. പണക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ വ്യാജ റെസിപ്റ്റ് എടുക്കും, പാവപ്പെട്ടവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മറ്റേ റെസിപ്റ്റ് എടുക്കും. കഴിഞ്ഞ 9.5 കൊല്ലത്തിൽ ഈ സർക്കാരിൻ്റെ ഒരു പ്രീമിയം പ്രൊജക്റ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മുട്ടുന്ന ഒരു സർക്കാരാണ്. ഒരു സർക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തി സർക്കാർ ചെയ്തില്ല എന്ന് മാത്രമല്ല, അദാനി ഗ്രൂപ്പ് അവരുടെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ മാത്രം സർക്കാർ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലെ യഥാർത്ഥ വസ്തുത. കേരളത്തിലെ യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ കാരണം എന്താണ്? അവർ കേവലം പഠിക്കാൻ വേണ്ടി മാത്രം പോകുന്നതല്ല. അവർക്ക് ഈ നാടിനോടുണ്ടായ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ടാണ് അവർ പോകുന്നത്. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ട 4 പേർ പ്രധാനപ്പെട്ട ഇടതുപക്ഷ നേതാക്കന്മാർ ജയിലിലായിട്ടും അവരെ ഒന്ന് പേരിനെങ്കിലും പുറത്താക്കാൻ ഈ സർക്കാരിനോ ഈ മുന്നണിക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി ഞങ്ങളുടെ മുന്നണിയെ നോക്കിക്കാണുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. കേരളത്തിലെ ജനങ്ങളാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. എത്ര സീറ്റുകൾ നേടി UDF വിജയിക്കുമെന്നാണ് താങ്കളുടെ ഒരു പ്രവചനം? 100+ സീറ്റുകളോടെ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ 2026 മെയ് മാസത്തിൻ്റെ പൊൻപുലരിയിൽ രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. നമസ്കാരം. റിപ്പോർട്ടർ ഇലക്ഷൻ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ UDF ഫുൾ ഫ്ലെഡ്ജഡായി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്താണ് UDFന്റെ പ്രതീക്ഷകൾ ഇത്തവണ? തീർച്ചയായിട്ടും UDF 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. 110 സീറ്റുമായി ഭരണ തുടർച്ചയുണ്ടാകുമെന്നാണ് ലെഫ്റ്റ് പറയുന്നത്. അപ്പോൾ എന്താണ് UDFന് അത്ര വലിയ ആത്മവിശ്വാസം? അത് ലെഫ്റ്റ് അത് പറയുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിശ്വാസം. കാരണം ഒരു ഭരണ തുടർച്ച എന്ന് ശ്രീ പിണറായി വിജയൻ പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അത് കാണുന്നുണ്ടെന്നും ഇനി ഇദ്ദേഹത്തെ ഭരണ തുടർച്ചയിലേക്ക് കൊണ്ടുപോയാൽ കേരളം അനുഭവിക്കാൻ പോകുന്ന കെടുതികളെക്കുറിച്ച് കേരള ജനതയ്ക്ക് നല്ല ബോധവാന്മാരാകുന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ 100 സീറ്റിലധികം നേടിക്കൊണ്ട് ഭരണം പിടിക്കുമെന്ന് പറയാനുള്ള കാരണം. പിന്നെ കഴിഞ്ഞ 9.5 കൊല്ലമായി കേരളത്തിലുടനീളം ഈ സർക്കാർ നടത്തുന്ന ജനവിരുദ്ധ നയങ്ങൾ, വലിയ രീതിയിലുള്ള അഴിമതികൾ, ഇതൊക്കെ കേരളത്തിൽ ചർച്ചയായിരിക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല, ഈ നാട്ടിലെ യുവാക്കൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങൾ, വിലക്കയറ്റം, ഇങ്ങനെ സാധാരണക്കാരെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും സർക്കാരിന് വലിയ അലംഭാവം ഉണ്ടായി, പരാജയമായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ UDF സർക്കാരിൻ്റെ നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞാലും ഇപ്പോൾ ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ കഴിഞ്ഞ 9.5 കൊല്ലത്തിൽ ഈ സർക്കാരിൻ്റെ ഒരു പ്രീമിയം പ്രൊജക്റ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മുട്ടുന്ന ഒരു സർക്കാരാണ്. ഞങ്ങൾക്ക് ഇപ്പോഴും 2011-16 സർക്കാരിലെ എത്രയോ പ്രൊജക്റ്റുകളുടെ കാര്യം, അത് ഇന്ന് സാക്ഷാത്കരിച്ച പ്രൊജക്റ്റുകളുടെ കാര്യം നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊന്നും പറയാനില്ലാത്ത ഒരു സർക്കാർ പൂർണ്ണ പരാജയമാണ് എന്ന് കേരളത്തിലെ ജനം വിലയിരുത്തുകയാണ്. വിഴിഞ്ഞത്തിൻ്റെ ഒക്കെ ക്രെഡിറ്റ് തർക്കമാണ് ഓർമ്മ വരുന്നത്. അതൊരു ക്രെഡിറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയൊരു പദ്ധതി, ഇപ്പോൾ കാലാകാലങ്ങളിൽ മാറി വരുന്ന സർക്കാരുകൾക്കൊക്കെ വിഴിഞ്ഞത്തിന് വേണ്ടി ഒരു സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതൊരു കണ്ടിന്യൂസ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റമാണല്ലോ നമ്മുടെ വിഴിഞ്ഞം. അതായത് നമ്മൾ രാജാക്കന്മാരുടെ കാലഘട്ടം മുതൽ വിഴിഞ്ഞത്തെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് 2011 സർക്കാരാണ്. സർക്കാർ അധികാരം ഏറ്റെടുത്ത് കൃത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ ശ്രീ ഉമ്മൻചാണ്ടി ഡൽഹിയിൽ പോവുകയും തുറമുഖ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് അവരിൽ നിന്നും മേടിക്കുകയും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയുമാണ് ചെയ്തത്. അന്ന് പ്രധാനമായും വേണ്ടിയിരുന്നത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. നമുക്കറിയാം, വലിയ പദ്ധതികൾക്കൊക്കെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആവശ്യമാണ്. 2011 UPA 2 സർക്കാരാണ്, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സർക്കാരായിരുന്നു. കേരളത്തിന് ഈ പ്രൊജക്റ്റ് വേണമെന്നാവശ്യപ്പെട്ടത് ശ്രീ ഉമ്മൻചാണ്ടിയും അന്ന് ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള PCC അധ്യക്ഷനും അന്നത്തെ കേന്ദ്രമന്ത്രിമാരും എല്ലാവരും ചേർന്ന്
ഈ പദ്ധതി വേണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ആ പദ്ധതിക്ക് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനിലൂടെ അതിന് കേന്ദ്ര സർക്കാർ അനുമതി കൊടുക്കുകയും തുടർന്ന് പാരിസ്ഥിതിക അനുമതി പഠനത്തിനുള്ള അനുമതി കൊടുക്കുകയും ഒക്കെ ചെയ്യാനുണ്ടായത്. അങ്ങനെ 2015 നവംബർ മാസം 1-ാം തീയതി വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നിർവഹിക്കുന്നത്. അന്ന് 2015 നവംബർ 1-ാം തീയതി CPM തിരുവനന്തപുരം ജില്ലയിൽ സമരം നടത്തിയ പാർട്ടിയാണ്. വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ ആകെ 5000 കോടി രൂപയുടെ പദ്ധതി ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 6000 കോടി രൂപയുടെ അഴിമതി ഉണ്ടെന്ന് ആരോപിച്ചവരാണിവർ. അങ്ങനെ സമരം നടത്തി ആ പദ്ധതിയെ പൂട്ടിക്കാൻ ശ്രമിച്ചവരാണ് ഇന്ന് ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നടക്കുന്നതെന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. വിഴിഞ്ഞം പദ്ധതി 2015 ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മൾ ആ പദ്ധതിയുടെ കോൺട്രാക്റ്റ് വർക്ക് അദാനി ഗ്രൂപ്പിന് കൈമാറി. അപ്പോൾ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പിന്നെ സർക്കാരിന് ചെയ്യാനുള്ളത് ആ പദ്ധതിക്ക് വേണ്ട ഫെസിലിറ്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കല്ലുണ്ടെങ്കിൽ ആ കല്ലിനുള്ള അനുമതി കൊടുക്കുക. ഒരു റോഡ് അത് വിഴിഞ്ഞവുമായി കണക്ട് ചെയ്യുന്ന ഒരു റോഡ് ഉണ്ടാക്കി കൊടുക്കുക. ഒരു റെയിൽ ഉണ്ടാക്കി കൊടുക്കുക. വിഴിഞ്ഞത്തിൽ നിന്ന് നടക്കാത്ത 2 പദ്ധതികൾ ഈ റോഡും റെയിലുമാണ്. അത് സർക്കാർ ചെയ്യേണ്ടതായിരുന്നു. അത് നടന്നിട്ടില്ല. വിഴിഞ്ഞം പുനരധിവാസ പദ്ധതി ശ്രീ ഉമ്മൻചാണ്ടി ഈ പദ്ധതിക്ക് അനുമതി കൊടുക്കാൻ നേരത്ത് ഏറ്റവും പ്രധാനമായി പറയുന്നത് വിഴിഞ്ഞം പുനരധിവാസ പദ്ധതിയാണ്. ആ പുനരധിവാസ പദ്ധതി ഇന്ന് പൂർത്തീകരിച്ചിട്ടില്ല. അവിടെ പ്രത്യേകമായ പോർട്ട് ഹാർബർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, അത് പൂർത്തീകരിച്ചിട്ടില്ല. കുട്ടികൾക്കുള്ള പഠന സൗകര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു, അത് പൂർത്തീകരിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തി സർക്കാർ ചെയ്തില്ല എന്ന് മാത്രമല്ല, അദാനി ഗ്രൂപ്പ് അവരുടെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ മാത്രം സർക്കാർ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലെ യഥാർത്ഥ വസ്തുത. ഈ ദേശീയപാത വികസനം ഉൾപ്പെടെ റോഡുകളുടെ വികസനം ഉൾപ്പെടെ ഒരുപാട് വികസന നേട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് LDF ഉയർത്തി കാണിക്കുന്ന എല്ലാം അങ്ങനെ തീർത്തുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാനാകുമോ? അല്ല, അങ്ങനെയല്ല. ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് സർവകക്ഷി സംഘമാണ് ഒരു നിലപാടെടുത്തത്. അതെന്തായിരുന്നു നിലപാട്? 30 മീറ്ററിൽ കൂടുതൽ ദേശീയപാതയ്ക്ക് വീതി വേണ്ട എന്നുള്ളതൊരു സർവകക്ഷി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയതും. പക്ഷേ കേന്ദ്ര സർക്കാർ 30 മീറ്റർ ആണെങ്കിൽ റോഡിന് അനുമതി തരാൻ അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടിന് അനുമതി തരാൻ സാധിക്കില്ല എന്ന് അന്നത്തെ കേന്ദ്ര സർക്കാർ പറയുകയുണ്ടായി. അന്ന് LDFും UDFും സംയുക്തമായി എടുത്ത ഒരു തീരുമാനമായിരുന്നു കേരളത്തിലെ പ്രത്യേകമായ പരിസ്ഥിതിയിൽ. പക്ഷേ അതിനുശേഷം സർക്കാരുകൾ മാറി വരികയും 30 മീറ്റർ എന്നുള്ളത് നമ്മൾ വീണ്ടും 45 മീറ്റർ ആക്കാൻ തീരുമാനിക്കുകയും ആ തീരുമാനത്തിന് ഐക്യജനാധിപത്യ മുന്നണി അതിനോടൊപ്പം തന്നെ നിൽക്കുകയും സർക്കാരിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഈ ദേശീയപാത വികസനം ഉണ്ടാകുന്നത്. പിന്നെ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രൊജക്റ്റാണ്. അത് വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് 2005 വരണമെന്ന് ആഗ്രഹിച്ചവരാണ് ഞങ്ങൾ ആദ്യമായി വിഭാവനം ചെയ്തത് 2005. ഇത് ഹൈ സ്പീഡ് റോഡ്, അത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഒരു പാത ഉണ്ടാക്കണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അന്നാണ് ഗോപാലൻ ചേട്ടൻ്റെ പശു അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ പാത ഉണ്ടാക്കിയാൽ അവർ തമ്മിലുള്ള പ്രണയം തീർന്നു പോകുമെന്ന് പറഞ്ഞ് അന്ന് സമരം ചെയ്ത ആൾക്കാരാണ് CPM. പക്ഷേ ആ പാതയ്ക്ക് വേണ്ടി ഇന്ന് 25 കൊല്ലത്തിന് ശേഷം അവർ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ എടുക്കുമ്പോൾ മുൻകാല ചരിത്രമൊക്കെ കേരള ജനത ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ആത്മവിശ്വാസം അത് തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുന്നതാണ്. പക്ഷേ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. അത് തദ്ദേശീയമായി ഉണ്ടായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം മാത്രമാണ്. അതായത് മേഖലകളിൽ ഉണ്ടായിട്ടുള്ളതാണെന്നാണ് CPMൻ്റെ ഒരു വിലയിരുത്തൽ. അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി തന്നെ കൂടി അത്തരം ഒരു വിലയിരുത്തലിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആ വിലയിരുത്തലിൽ നിന്ന് മാറരുത് എന്നുള്ള ഒരൊറ്റ അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഒരു 3 മാസം കൂടെ ആ ഒരു വിലയിരുത്തലുണ്ടെങ്കിൽ പൂർണ്ണമായി അവർക്കത് മനസ്സിലാകും എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ശ്രീ പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും പരാജയപ്പെട്ട മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കാരണം എല്ലാ സമൂലമായ മേഖലകളിലും, അത് വിലക്കയറ്റം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനമായി കേരളം മാറി. അത് തുടർച്ചയായ വർഷങ്ങളിൽ അങ്ങനെയാണ്. ക്രമസമാധാന പാലനം, നമുക്കറിയാം, മാല മുതൽ മാങ്ങ വരെ മോഷ്ടിക്കുന്ന പോലീസായി കേരളത്തിലെ പോലീസ് മാറി. അതും ഇപ്പോഴാണ് ഉണ്ടായത്. 3 മൈഗ്രേഷനിലുണ്ടായ വർധനവ്. നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതുതന്നെയാണ്. കേരളത്തിലെ യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ കാരണം എന്താണ്? അവർ കേവലം പഠിക്കാൻ വേണ്ടി മാത്രം പോകുന്നതല്ല. അവർക്ക് ഈ നാടിനോടുണ്ടായ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ടാണ് അവർ പോകുന്നത്. കാരണം അവർ ചിന്തിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമോ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു തൊഴിലോ അതിന് ഒത്ത വേതനമോ ഈ നാട്ടിൽ ലഭിക്കാത്തത് കൊണ്ടാണ് അവർ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. കഴിഞ്ഞ 9 കൊല്ലത്തിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ ഉണ്ടായത്. 4, ഈ നാട്ടിലുണ്ടായ ലഹരിയുടെ വർധനവ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കഴിഞ്ഞ 9 കൊല്ലത്തിനുള്ളിലാണ് ഇത്ര വലിയ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഇത്ര വലിയ ഒഴുക്ക് ഈ കേരളത്തിൽ ഉണ്ടായത് എന്നുള്ളത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ മദ്യശാലകൾ കൊടുത്ത സർക്കാരാണ്. കാരണം 957 മുതൽ 2014 വരെ കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം 432 2016 ശ്രീ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അധികാരമൊഴിയുമ്പോൾ അന്ന് 5 സ്റ്റാർ മാത്രമുള്ള 29 ബാറുകളാണ് കേരളത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 1000-ഓളം ബാറുകളാണ്. എന്ന് പറഞ്ഞാൽ 60 കൊല്ലക്കാലം കൊണ്ട് കേരളം കൊടുത്ത അത്രയും ബാറുകളാണ് 9.5 കൊല്ലക്കാലം കൊണ്ട് പിണറായി വിജയൻ്റെ സർക്കാർ കൊടുത്തത്. അതുമാത്രമല്ല, ഇന്ന് ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്നത് ബാറുകളുടെ സമയം കൂട്ടുക എന്നുള്ളതാണ്.
രാവിലെ 11 മുതൽ 11 വരെ, രാത്രി 11 വരെ ഉണ്ടായിരുന്ന സമയം രാവിലെ 10 മുതൽ പുലർച്ചെ 3 മണി വരെ ആക്കിയതിലൂടെ എന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നത്? അപ്പോൾ ആകെ വികസനമുണ്ടായത് ബാറുകളുടെ എണ്ണത്തിലും 2 കടത്തിൻ്റെ വർധനവിലും മാത്രമാണ്. കാരണം 957 മുതൽ 2016 വരെ കേരളത്തിലെ ആകെ കടം 1.5 ലക്ഷം കോടിയാണ്. ഇന്നുള്ളത് 4.5 ലക്ഷം കോടിയാണ്. എന്ന് പറഞ്ഞാൽ 60 കൊല്ലക്കാലം കൊണ്ട് കേരളമെടുത്ത അതിനേക്കാൾ കൂടുതൽ കടമാണ് കഴിഞ്ഞ 9.5 കൊല്ലക്കാലം കൊണ്ട് ഈ സർക്കാർ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ സമൂലമായ മേഖലകളിലുണ്ടായ പരാജയം ശ്രീ പിണറായി വിജയനെ കേരളത്തിലെ പരാജയപ്പെട്ട മുഖ്യമന്ത്രി എന്ന ഗണത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഏറ്റവും അവസാനമായിട്ടുള്ള അഴിമതിയാണ്. കേരളം ചർച്ച ചെയ്യാത്ത അതായത് എന്നും അഴിമതിയുടെ കഥകളാണ് കേരളം ചർച്ച ചെയ്യുന്നത്. ഏറ്റവും അവസാനം റോഡും പാലവും തോടും മലയും പുഴയും ഒക്കെ വിറ്റ് കഴിഞ്ഞ് സാക്ഷാൽ ശബരിമല അയ്യപ്പനെ തന്നെ വിറ്റ് തിന്ന ഒരു സർക്കാരായി കേരളം മാറി. കാരണം അതിനകത്ത് ശ്രീ പിണറായി വിജയനും പാർട്ടിക്കും പങ്കുണ്ട് എന്ന് പറയാൻ കാരണം ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ട 4 പേർ പ്രധാനപ്പെട്ട ഇടതുപക്ഷ നേതാക്കന്മാർ ജയിലിലായിട്ടും അവരെ ഒന്ന് പേരിനെങ്കിലും പുറത്താക്കാൻ ഈ സർക്കാരിനോ ഈ മുന്നണിക്കോ, സർക്കാരിന് സാധിക്കില്ല, മുന്നണിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെ വെളുപ്പിക്കാൻ വേണ്ടി, ശബരിമല സ്വർണ്ണക്കൊള്ളയെ വെളുപ്പിക്കാൻ വേണ്ടി ഒരു അയ്യപ്പ സംഗമം നടത്തി. അയ്യപ്പ സംഗമത്തിൽ തന്നെ ഏറ്റവും വലിയ ഊറ്റ് നടന്നു എന്നുള്ളത് കേരളത്തിന് മുഴുവൻ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ചതിയിൽ വഞ്ചന നടത്തുന്നത് നമ്മൾ കേരളം ആദ്യമായി കാണുകയാണ്. ഇനി അതുമാത്രമല്ല, വഞ്ചനയിൽ വലിയ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ്. ഈ എല്ലാ കരാറുകളും ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അയ്യപ്പ സംഗമത്തിൻ്റെ കരാർ ആർക്കാണ്? ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സബ്സിഡറി കമ്പനിക്കാണ്. കേരളത്തിൽ എത്രയോ കോൺക്ലേവുകൾ നടന്നു. ഇതിൻ്റെ കരാർ ആർക്കാണ്? അതും ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സബ്സിഡറി കമ്പനിക്കാണ്. വയനാട് റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റിൻ്റെ കരാർ ആർക്കാണ്? ഈ ഊരാളുങ്കലിന് തന്നെയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റൽ പണിയുന്നത് ആരാണ്? ഊരാളുങ്കലാണ്. കേരളത്തിലെ സർവ്വമാന പ്രൊജക്റ്റുകളുടെയും കരാർ ആർക്കാണ്? അവർക്കാണ്. എന്നാൽ ഈ കരാർ എന്നതിനെ പറയാൻ സാധിക്കുമോ? ഈ കോൺട്രാക്റ്റ് വർക്ക് എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ അതിന് ഏറ്റവും ഫെയർ ആയിട്ടുള്ളൊരു ടെൻഡർ നടപടികളുണ്ട്. ഇതിനൊന്നും ഒരു ടെൻഡർ പോലും കൊടുക്കാതെയാണ് ഊരാളുങ്കലിന് ഇത്ര വലിയ കോടികൾ കൊടുത്തതെന്ന് പറയുമ്പോൾ ചതിയിൽ വഞ്ചന നടത്തി, വഞ്ചനയിൽ തട്ടിപ്പ് നടത്തി ഈ നാടിനെ ഊറ്റി അത് CPMൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുക എന്നുള്ള ഏറ്റവും വലിയ ഗൂഢ ഉദ്ദേശമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തെ വിറ്റുതൊലച്ച, നശിപ്പിച്ച, പരാജയപ്പെട്ട മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ സ്വർണ്ണക്കൊള്ള UDF പ്രചാരണായുധമാക്കുമ്പോൾ അവിടെ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധവും വലിയ ചർച്ചയാണ്. തീർച്ചയായും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതൊക്കെ UDFനെ പ്രതിരോധത്തിലാക്കില്ല എന്ന് പറയാൻ കഴിയുമോ? അടൂർ പ്രകാശിനെ എന്തിനാണ് ചോദ്യം ചെയ്തത്? അത് ഉണ്ണികൃഷ്ണ പോറ്റിയുമായിട്ടുള്ള ഫോട്ടോയുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് ശ്രീ പിണറായി. മാത്രമല്ല, അടൂർ പ്രകാശ് സ്ഥിരം പോറ്റിയുടെ വീട്ടിലെ സന്ദർശകനായിരുന്നു. പല പരിപാടികൾക്കും പോയിട്ടുണ്ട്, വ്യക്തിപരമായ ചടങ്ങുകൾക്ക് പോയിട്ടുണ്ട്. അതായത് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ വേറെ സോണിയാഗാന്ധിയുടെ കാര്യം ചോദിക്കുന്നു, ശ്രീ അടൂർ പ്രകാശിൻ്റെ കാര്യം ചോദിക്കുന്നു. ഞാൻ പറയുന്നത് 2023 മുമ്പ് ഈ കേരളത്തിൽ ഉണ്ണികൃഷ്ണ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് ഒരു ഡ്യൂബിയസ് ആയിട്ടുള്ള റെക്കോർഡ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്നു? നമുക്ക് ആരുടെയെങ്കിലും മാധ്യമങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു? സർക്കാരിനാണല്ലോ ആദ്യം ഈ റെക്കോർഡ് കിട്ടേണ്ടത്. കാരണം ഒരു ഇൻ്റലിജൻസ് ബ്യൂറോ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ വിജിലൻസിൻ്റെ അന്വേഷണമോ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഡ്യൂബിയസ് റെക്കോർഡ് ഇയാളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു? അങ്ങനെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടൊരു ഫോട്ടോ എടുത്താലോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ പോയാലോ എന്താണ് അതിൽ തെറ്റുള്ളത്? അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്താണ് കടകംപള്ളി സുരേന്ദ്രൻ ചെയ്തതെന്ന്? കടകംപള്ളി സുരേന്ദ്രൻ ആ കാലയളവിൽ സ്വർണ്ണക്കൊള്ള നടത്തുന്ന കാലയളവിൽ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മേലുള്ള ലയബിലിറ്റി. UDFന്റെ മന്ത്രി ഉണ്ടായിരുന്ന കാലത്താണ് അയാൾ ശബരിമലയിൽ കയറിയത്. അല്ല, അത് പിന്നീടത് വ്യക്തമായിട്ടുണ്ട്. കാരണം ശ്രീ KC വേണുഗോപാലിനെതിരെ പിണറായി വിജയൻ ഒരു ഡംബ ആരോപണം ഉന്നയിക്കുകയും അദ്ദേഹം വന്ന് 2007 എന്നുള്ള വളരെ വ്യക്തമായ രേഖകൾ പുറത്തു വന്നതാണ്. നോക്കൂ, ഉണ്ണികൃഷ്ണ പോറ്റി എന്ന് കയറി എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ഇതൊക്കെ ചെയ്യാൻ ഏത് ബോർഡും ഏത് സർക്കാരുമാണ് വഴിവെച്ച് കൊടുത്തത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം 2019 ഈ സ്വർണ്ണമൂറ്റ് നടന്നത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ആ 2019 ഇത് ചെയ്യാൻ വേണ്ടി പോറ്റിയെ ഒരു സ്പോൺസറായി ഉയർത്തിയത് ആരാണ്? ഈ ദേവസ്വം ബോർഡാണ്. ഈ ദേവസ്വം മന്ത്രി അറിഞ്ഞുകൊണ്ടാണ്. പോറ്റിയുടെ കയ്യിലേട്ട് കൊടുക്കാൻ പാടില്ലാത്ത ദേവസ്വത്തിൻ്റെ എന്നുള്ളതല്ല, വിശ്വാസികളുടെ അമൂല്യമായ സ്വത്ത്, ദ്വാരപാലക ശില്പം, അത് കൊടുത്തുവിട്ടതാരാണ്? കട്ടിൽപ്പാളികൾ കൊടുത്തുവിട്ടതാരാണ്? ഈ ദേവസ്വം ബോർഡും ഈ ദേവസ്വം വകുപ്പുമാണ്. അപ്പോൾ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ UDF ഭരണസമിതി കാലത്താണ് കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ SIT ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എന്താണ് പറയുന്നത്? 2017 തന്നെ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വ്യക്തമായ റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഹൈക്കോടതിക്ക് കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വാജി വാഹനം ഉൾപ്പെടെ മാറ്റിവെച്ചതെന്നും അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ക്രമവിരുദ്ധതയില്ല എന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇതേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൊടുത്തിട്ടുണ്ട്. അന്നത്തെ കോടതിയുടെ ജില്ലാ ജഡ്ജിയുടെ പവറുള്ള ജഡ്ജി കൊടുത്ത റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കിടക്കുന്നുണ്ട്. എന്താണ് ഇതിനകത്തെ അപ്പോഴത്തെ പ്രശ്നം? ഹൈക്കോടതിയെ അറിയിക്കാതെ ദ്വാരപാലക ശില്പത്തിൻ്റെ മെയിൻ്റനൻസ് നടത്താൻ പോയി എന്നുള്ളതാണ് ആദ്യം ഹൈക്കോടതി കണ്ടെത്തിയത്. അന്ന് ഹൈക്കോടതി അത് കണ്ടെത്തിയതിനെ തുടർന്ന്
പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് 2023 ഹൈക്കോടതിയുടെ അനുമതി മേടിച്ചില്ല എന്നുള്ളത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കണ്ടെത്തിയപ്പോൾ 2019 തന്നെ മറ്റൊരു മെയിൻ്റനൻസ് നടത്തിയെന്ന് ഹൈക്കോടതി കണ്ടെത്തുകയും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്ര വലിയ തട്ടിപ്പ് ഇവിടെ ഈ അരങ്ങേറിയത്. പറയുന്ന സ്പെഷ്യൽ കമ്മീഷണർക്കെതിരെ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കുക. അല്ല, ഞാൻ പറയട്ടെ, അത് അന്വേഷണം നടക്കട്ടെ. SIT ആണല്ലോ ഈ റിപ്പോർട്ട് കൊടുത്തത്. എന്നിരുന്നാൽ തന്നെയും കൊടിമരം പുനഃപ്രതിഷ്ഠിക്കുകയാണ് എന്ന് അന്നത്തെ ഹൈക്കോടതിയിൽ സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ദ്വാരപാലക ശില്പത്തിൻ്റെ മെയിൻ്റനൻസിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. വാജീവാഹനം കൈമാറുകയാണ് എന്ന് അന്നത്തെ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഈ പറയുന്ന ദ്വാരപാലക ശില്പം ഉണ്ണികൃഷ്ണ പൊറ്റിക്ക് കൊടുക്കുകയാണ് എന്നുള്ള ഏതെങ്കിലും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? ഇതാണ് ഇതിലെ പ്രശ്നം. ദേവസ്വം ബെഞ്ചിന് പൂർണ്ണമായ അറിവുണ്ടായിരുന്ന ഒരു വിഷയവും ദേവസ്വം ബെഞ്ചിന് അറിവില്ലാതെ നാട്ടുകാരറിയാതെ ഈ നാടിനെ പറ്റിക്കാൻ ഇറങ്ങിയ മറ്റൊരു വിഷയവും, ഇത് രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് വാജീവാഹനവും കൊടിമര പ്രതിഷ്ഠയും പിന്നീട് പൊളിറ്റിക്കലായി പോലും CPM ഉയർത്താത്തതിൻ്റെ കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലാണ്. ഹൈക്കോടതി അറിഞ്ഞുകൊണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോഴും ഈ സ്വർണ്ണക്കൊള്ളക്കേസിൽ ഓരോ പ്രതികളായി പുറത്തു വരികയാണ്. താങ്കൾ ഈ പറഞ്ഞ SIT തന്നെ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് ഓരോ പ്രതികളായി പുറത്തു വരികയാണ്. അല്ല, തീർച്ചയായിട്ടും അത് ഞങ്ങൾ ആരോപിച്ചല്ലോ. കാരണം SIT-ന്മേൽ സമ്മർദ്ദമുണ്ട് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആരോപണം. അത് തെളിയിക്കുന്ന വസ്തുതകൾ എന്നാണ് വന്നത്. ഇപ്പോൾ നവംബർ 2-ാം തീയതി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു SIT-യിൽ തുടരന്വേഷണത്തിന്, അതായത് മുകളിലേക്കുള്ള അന്വേഷണത്തിൽ സമ്മർദ്ദം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് അന്ന് നവംബർ 2-ാം തീയതി ഞങ്ങൾ ആരോപിച്ചു. നവംബർ 5-ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായം എന്താ, അല്ലെങ്കിൽ കമൻ്റ് എന്നാ, എപ്പോഴോ SIT മെല്ലപ്പോക്കിലേക്ക് പോയി. ഉയർന്ന മീനുകളെ പിടിക്കാൻ, അല്ലെങ്കിൽ ഒരു പരിധിയുടെ മുകളിലേക്ക് അന്വേഷണം പോകാൻ SIT-ക്ക് മടിയാണ് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആരോപണം ശരിവെക്കുന്നതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അന്നത്തെ കമൻ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 90 ദിവസം ഏതൊരു മനുഷ്യനും അറിയാവുന്നതുപോലെ കുറ്റപത്രം സമർപ്പിക്കണം. ഇപ്പോൾ മുഴുവൻ തരത്തിലുള്ള കുറ്റപത്രം സമർപ്പിക്കേണ്ട, പ്രാഥമികമായ കുറ്റപത്രം സമർപ്പിച്ചാൽ പോലും ഈ കള്ളന്മാരൊന്നും ജയിൽ മോചിതരാകില്ല. പോറ്റിയും ജയിൽ മോചിതരാകില്ല, ആരും ജയിൽ മോചിതരാകില്ല. അപ്പോൾ SIT ഒരു പ്രാഥമികമായ കുറ്റപത്രം പോലും സമർപ്പിക്കാത്തതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം ഇവരെ ജയിൽ മോചിതരാക്കുക എന്നുള്ള സർക്കാരിൻ്റെ ഉദ്ദേശമാണ്. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടമാണെങ്കിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരാണ്. ആഭ്യന്തര വകുപ്പ് സ്വാഭാവികമായ ചില സമ്മർദ്ദങ്ങൾ പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ എങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തെ ഞങ്ങൾ തള്ളിപ്പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തന്നെയാണ് എന്നിരുന്നാൽ തന്നെയും ഇതിനെ പൂർണ്ണമായി മേൽനോട്ടം നടത്താനും ഇതിനെ നേരായ ദിശയിലേക്ക് നയിക്കാനും സാധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആ അന്വേഷണത്തിൻ്റെ അവസാന ദിവസം വരെ കാത്തിരിക്കുകയാണ്. ശരി, ആയിക്കോട്ടെ. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ഇത്തരത്തിലൊരു സമ്മർദ്ദമുണ്ടെന്ന് പറയുമ്പോൾ പോലും ആദ്യഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ നടത്തിയിരുന്ന സമരങ്ങളുണ്ട്. അതിൻ്റെ ഒന്നും ഒരു തുടർച്ച കാണുന്നില്ല ഇപ്പോൾ. അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ യൂത്ത് കോൺഗ്രസും ആ വിഷയത്തിൽ സമരം ചെയ്തിട്ടുള്ളൂ. ഈ നാട്ടിലെ BJP-കാരനൊന്നും ആ വിഷയത്തിൽ യാതൊരു താല്പര്യവുമില്ല. ഇപ്പോൾ ഈ വിശ്വാസ്യതയുടെ മൊത്ത കച്ചവടക്കാരെന്ന് അവകാശപ്പെടുന്ന RSS-നും BJP-ക്കുമൊക്കെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിൽ സമരം ചെയ്യാനുള്ള അമാന്തത എത്രമാത്രമാണ് എന്ന് കേരളം തിരിച്ചറിഞ്ഞതാണ്. ആ വിഷയത്തിൽ സമരം ചെയ്തതും ആ വിഷയത്തിൽ അടികൊണ്ടതും ആ വിഷയത്തിൽ ജയിലിൽ പോയതും ഒക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഞങ്ങൾ ആ സമരത്തിൻ്റെ ഒരു തുടർച്ചയിൽ തന്നെയാണ്. ഈ പുതുയുഗ യാത്ര കഴിയുമ്പോഴേക്കും കുറേയധികം വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. കുറച്ചധികം ആളുകളെയൊക്കെ നമ്മൾ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നതും അല്ലെങ്കിൽ അവർ വരാൻ സന്നദ്ധരാകുന്നതും സ്വതന്ത്രരാകുമെന്ന് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അത്തരത്തിലൊരു സ്ഥാനാർത്ഥി ദാരിദ്ര്യമോ അല്ലെങ്കിൽ നേതാക്കളുടെ ഒരു ദാരിദ്ര്യമോ കോൺഗ്രസ്സിലുണ്ടോ? അങ്ങനെ വിസ്മയങ്ങൾ കൊണ്ടുവരേണ്ടുന്ന ഒരു ആവശ്യകത കോൺഗ്രസ്സിലുണ്ടോ? ഇവിടെ സ്ഥാനാർത്ഥികൾ, ഈ വരുന്നവരൊക്കെ സ്ഥാനാർത്ഥികളാവുമെന്നൊക്കെ ഉള്ളത് മീഡിയ പെർസെപ്ഷൻസ് മാത്രമാണ്. സ്ഥാനാർത്ഥി ചർച്ചകൾ കഴിഞ്ഞ് കാൻഡിഡേറ്റ് ലിസ്റ്റ് വരുമ്പോഴാണ് അത് പുറത്ത്. ചില ഘട്ടങ്ങളിൽ ചില സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ ചില ആളുകളെ സ്ഥാനാർത്ഥികൾ ആക്കും. അത് ഞങ്ങൾ ഏറ്റവും ബെറ്റർ ചോയ്സായി വരുമ്പോൾ അത് സ്ഥാനാർത്ഥികളാകുന്നതാണ്. പിന്നെ നോക്കൂ, ഇവിടെ കഴിഞ്ഞ 9.5 കൊല്ലമായി കേരളം ഭരിക്കുന്ന ഒരു സർക്കാരിനെതിരെ അവരുടെ കൂടെ നിന്ന ആളുകൾ തന്നെ അവർ പോകുന്നത് തെറ്റായ ദിശയിലാണ് എന്നും UDF ആണ് പോകുന്നത് ശരിയായ ദിശയിൽ എന്നുള്ളതും അവർ തെറ്റിദ്ധരിച്ച് ഞങ്ങളുടെ ഒപ്പം ചേരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എന്താണ് ഞങ്ങൾ കൂട്ടുന്നതിലുള്ള കുഴപ്പം എന്താണ്? ഇന്നുണ്ടാകുന്ന ഈ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുമെന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഇന്നിൻ്റെ കാലികമായ മുദ്രാവാക്യം ഏറ്റെടുക്കുന്ന ഒരാൾ ഇടതുപക്ഷം തെറ്റാണ് എന്നും യഥാർത്ഥത്തിലുള്ള ഇടതുപക്ഷ ആശയങ്ങളുള്ളത് കോൺഗ്രസിനാണ് എന്നും ഒരു സെൻട്രൽ ലെഫ്റ്റ് എന്ന നെഹ്റൂവിയൻ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ളത് ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒപ്പം വരുമ്പോൾ അവരെന്തിനാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യാതിരിക്കുന്നത്? അവരെ ഇനിയും സ്വാഗതം ചെയ്യും, ഇനിയും ആളുകൾ വരട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുകയാണ്. പലയിടത്തും ഒരു മണ്ഡലത്തിൽ തന്നെ ഒരുപാട് സ്ഥാനാർത്ഥി മോഹികളുണ്ട്. പൊതുവേ കോൺഗ്രസിൻ്റെ ഒരു രീതി അങ്ങനെയാണെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ വലിയ തർക്കങ്ങളിലേക്കൊക്കെ എത്താറുണ്ട്. അങ്ങനെ തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പൊട്ടൻഷ്യൽ പൂൾ ഓഫ് കാൻഡിഡേറ്റ്സ് ഉള്ള പാർട്ടിയാണ്. അത് എല്ലാ തലത്തിലും ഏതൊരു സ്ഥാനത്തേക്കും വെക്കാൻ ഒന്നിലധികം കഴിവുള്ള നേതാക്കന്മാരുണ്ട്. അപ്പോൾ ഒരു മണ്ഡലത്തിൽ തന്നെ ഒന്നിലധികം മത്സരിക്കാൻ കേപ്പബിലിറ്റി ഉള്ള നേതാക്കന്മാരുണ്ടാവും. പല ഘടകങ്ങൾ നോക്കി അത്
രാഷ്ട്രീയമായ ഘടകങ്ങളും മറ്റ് ജോഗ്രഫിക്കലായിട്ടുള്ള ഘടകങ്ങളും ഒക്കെ നോക്കി തന്നെ അതിൻ്റെ ഡെമോഗ്രഫി എടുത്തുകൊണ്ട് തന്നെ അതിൽ സമുദായ സമവാക്യങ്ങൾ ഒരു ഘടകമല്ലേ? അല്ല ഡെമോഗ്രഫി എടുത്തുകൊണ്ട് തന്നെ എല്ലാവിധ ഘടകങ്ങളും നോക്കിക്കൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തും. അതിൽ വിജയസാധ്യത വിന്നബിലിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒരു സംശയം വേണ്ട, വിന്നബിലിറ്റി എന്നുള്ളതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മറ്റെല്ലാ ഘടകങ്ങളും അതിൻ്റെ താഴെയാണ് നിൽക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം എന്ന് പറയുമ്പോൾ അതിലെല്ലാ ഘടകങ്ങളും നോക്കേണ്ടതുണ്ട്. പക്ഷെ വിന്നബിലിറ്റി എന്നുള്ള ഏക ഘടകമാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്, ബാക്കിയെല്ലാം താഴെയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സർവേകൾ നടക്കുന്നുണ്ട്. മറ്റ് പൊതുസമൂഹവുമായിട്ടുള്ള പല വിധത്തിലുള്ള ഡിസ്കഷനുകൾ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പല രീതിയിലുള്ള ഡാറ്റകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒടുവിൽ സ്ക്രീനിങ് കമ്മിറ്റി കൂടി കോൺഗ്രസിൻ്റെ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള പാരമ്പര്യത്തിൽ അതിൻ്റെ ഒരു പ്രൊസീജിയർ വെച്ച് സ്ഥാനാർത്ഥി നിർണ്ണയം ഉടൻ തന്നെ പൂർത്തീകരിക്കും. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം അതിവേഗം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള മുതിർന്ന നേതാക്കൾ വീണ്ടും മത്സരരംഗത്തേക്ക് വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. സ്വാഭാവികമായും താങ്കൾ പറഞ്ഞ പോലെ അതൊക്കെ ഇനി സ്ഥിരീകരിക്കാനിരിക്കുന്നുള്ളൂ. പക്ഷേ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ റോൾ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് പുതിയ ആളുകളുടെ വോട്ടുകളൊക്കെ കിട്ടുക എന്നതും പ്രധാനമാണ്. യുവാക്കൾക്ക് അതിനനുസരിച്ചുള്ള അവസരം കിട്ടും എന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിനും KSUവിനും ഒക്കെ ഇത്തരത്തിൽ അവകാശവാദങ്ങളുണ്ടല്ലോ. അല്ല, അവകാശവാദങ്ങൾക്ക് അപ്പുറമായിട്ട് അർഹിച്ചത് വേണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ അർഹിച്ചത് ഒരവകാശമായി ചോദിച്ചു മേടിച്ച കോൺഗ്രസ് നേതാക്കന്മാരാണ് ഞങ്ങളുടെ മുമ്പിലെ വഴികാട്ടി. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിൽ, കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കഴിഞ്ഞ തവണയും യുവാക്കൾക്ക് അവസരങ്ങൾ കൊടുത്തിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പലർക്കും ജയിച്ചു വരാൻ സാധിച്ചില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് മുതിർന്ന നേതാക്കന്മാരോടൊപ്പം തന്നെ യുവാക്കൾക്കും ജയിച്ചു വരാൻ സാധിച്ചില്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഈ തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് നോക്കിയാൽ അറിയാം, യുവാക്കൾ നിന്നിടത്തെല്ലാം തന്നെ UDFന് അനുകൂലമായൊരു ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ പലരും തോക്കുമെന്ന് കരുതി കൊടുത്ത സീറ്റുകളിൽ പോലും യുവാക്കൾ ജയിച്ചു വന്ന സാഹചര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തീകരിക്കുമ്പോൾ യുവാക്കളുടെ ഒരു പങ്ക് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, 50% സീറ്റുകളിൽ യുവാക്കളും സ്ത്രീകളും പരിഗണിക്കപ്പെടും എന്നുള്ള വളരെ കൃത്യമായ സന്ദേശം അദ്ദേഹം നൽകിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറഞ്ഞാൽ യുവാക്കളുടെയും എക്സ്പീരിയൻസ് ആയവരുടെയും ഒരു ബ്ലെൻഡായിരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതങ്ങനെ തന്നെ വരുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിൽ അബിൻ വർക്കി ഉണ്ടാകുമെന്നൊരു ചോദ്യമുണ്ട്. കാരണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് താങ്കളെ പരിഗണിക്കാതിരുന്നപ്പോൾ ചെറിയ പരിഭവമൊക്കെ പറഞ്ഞ സമയത്ത് അബിൻ വർക്കിക്ക് നിയമസഭാ സീറ്റ് നൽകിക്കൊണ്ട് അത് പരിഹരിച്ചു ആ പ്രശ്നം എന്നായിരുന്നു കേട്ടിരുന്നത്. അത് നിങ്ങളുടെ കേൾവി മാത്രമാണ്. ഞാൻ അതിനകത്തൊരു പരിഭവം പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ഞാനൊരു കാര്യം ചോദിച്ചത്. അത് കേരളത്തിൽ പ്രവർത്തിക്കാനുള്ളൊരവസരം തരണമെന്നുള്ളതാണ്. പക്ഷേ ദേശീയ നേതൃത്വം എനിക്ക് അതിനും കൂടിയുള്ള ഒരു അവസരം എനിക്ക് ഒരുക്കുകയുണ്ടായി. ഇപ്പോൾ ദേശീയ സെക്രട്ടറിയായി നിൽക്കുമ്പോൾ തന്നെ കൂടുതൽ സമയം കേരളത്തിൽ ചെലവഴിക്കാനുള്ളൊരവസരം അത് അവരുടെ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായി എനിക്ക് ഒരുക്കി തരികയുണ്ടായി. സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചർച്ചകളിലേക്ക് നേതൃത്വം കടക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പൂർത്തീകരിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. അതിൽ അബിൻ വർക്കി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. മറിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ അത് എന്നാൽ കഴിയുന്ന എല്ലാവിധ ശ്രമങ്ങളും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും, പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അത് ചോദിച്ചു മേടിക്കേണ്ടടുത്ത് ചോദിച്ചു മേടിക്കാനും അത് ഇനി അല്പം വഴക്കിടേണ്ടടുത്ത് വഴക്കിടാനും ഞാൻ എന്നുള്ളതൊരു പ്രശ്നമല്ല. യൂത്ത് കോൺഗ്രസിനും KSUവിനും പ്രാതിനിധ്യം ഉറപ്പാക്കാൻ എന്നാൽ കഴിയുന്ന, ഈ പ്രസ്ഥാനത്താൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. അന്നും സഭ താങ്കൾക്ക് വേണ്ടി വാദിച്ചു എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പലരും ചില പിതാക്കന്മാരൊക്കെ പരസ്യ പ്രസ്താവനയുമായി താങ്കളെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ തീർച്ചയായും ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോകുമ്പോൾ അത്തരം ഘടകങ്ങൾ കൂടി പരിഗണിക്കപ്പെടുന്നുണ്ടാവില്ലേ? ഇല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ ആദ്യത്തെ ഘടകമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. അത് വിന്നബിലിറ്റിയാണ്. വിന്നബിലിറ്റിക്ക് താഴെയാണ് മറ്റെല്ലാ ഘടകങ്ങളും വരുന്നത്. വിന്നബിളായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് ആദ്യം പരിഗണിക്കുന്നത് നേതൃത്വം. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് എടുക്കുന്നത്. ബാക്കി എല്ലാ ഘടകങ്ങളും അതിൻ്റെ താഴെയാണ് വരികയുള്ളൂ. ഈ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ആരൊക്കെ പൊതുവിൽ അങ്ങനെ ഇന്ന ആളെന്ന് പറയാറില്ലെങ്കിൽ പോലും
പല നേതാക്കളുമുണ്ട്, മുതിർന്ന നേതാക്കളുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല, VD സതീശനുണ്ട്. അവർ രണ്ടുപേരും നല്ല പ്രമുഖരായ രണ്ടുപേരായി നിൽക്കുന്നു. ഒപ്പം KC വേണുഗോപാലും കൂടുതൽ കേരള രാഷ്ട്രീയത്തിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കൂടുതൽ സജീവമാണ്. അദ്ദേഹത്തിൻ്റെ PR വർക്കുകൾ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നില്ല. അത് മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുന്നതാണ്. ഒന്ന്, കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതിയില്ല. 2, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് അനുവർത്തിക്കുന്ന ഒരു രീതിയുണ്ട്. അത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ രീതി വെച്ച് ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. പിന്നെ നോക്കൂ, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഒന്നിലധികം നേതാക്കന്മാർ മുഖ്യമന്ത്രിയാവാൻ യോഗ്യരായവരാണ്. അതിന് സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ഒന്നിലധികം ഒരു മണ്ഡലം എടുത്താൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ കേപ്പബിൾ ആയിട്ടുള്ളവരുണ്ട് എന്ന് പറയുന്ന പോലെ ഒന്നിലധികം നേതാക്കന്മാർ മുഖ്യമന്ത്രിയാവാൻ യോഗ്യരായവരുണ്ട്. അത് കോൺഗ്രസ് പ്രസ്ഥാനം അതിൻ്റെ സാഹചര്യം അനുസരിച്ച് അനുവർത്തിക്കുന്ന രീതി വെച്ച് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമ്പോഴാണ് മുഖ്യമന്ത്രി വരുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ പറയുന്ന ശ്രീ KC വേണുഗോപാൽ PR വർക്ക് നടത്തി എന്നൊക്കെ പറയുന്നത് അത് നിങ്ങളുടെ തെറ്റായ വ്യാഖ്യാനമാണ്. ഒന്ന്, എന്താണ് ശ്രീ KC വേണുഗോപാൽ ചെയ്തത്? നിങ്ങളതിൻ്റെ ഒരു കോർ ഓഫ് കണ്ടൻറ്റിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ സ്വിഗ്ഗി വർക്കേഴ്സിനൊപ്പം അദ്ദേഹം യാത്ര ചെയ്തു. ഇത് കർണാടകയിൽ ഞങ്ങൾ ചെയ്ത പ്രവൃത്തിയാണ്. കർണാടകയിൽ ഞങ്ങൾ ഈ ഗിഗ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പദ്ധതി തന്നെ, അവർക്ക് ക്ഷേമനിധി ഉൾപ്പെടെയുള്ള പ്രത്യേക പദ്ധതി തന്നെ ആവിഷ്കരിച്ചു. കേരളത്തിലും അത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന നേതാവാണ് ശ്രീ KC വേണുഗോപാൽ. 2, അദ്ദേഹം തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പ് തൊഴിലാളികളോടൊപ്പം തന്നെ സംവദിച്ച ഒരു പ്രശ്നമാണ്. നമുക്ക് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അത് വിഭാവനം ചെയ്തത് കോൺഗ്രസ്സാണ്, അത് നടപ്പിലാക്കിയത് കോൺഗ്രസ്സാണ്, അത് മുന്നോട്ട് കൊണ്ടുപോയത് കോൺഗ്രസ്സാണ്. മഹാത്മാഗാന്ധിയുടെ പേര് അതിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതും കോൺഗ്രസ്സാണ്. അപ്പോൾ ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പ് തൊഴിലാളികളോട് സംവദിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? 3, ഒരു വീട്ടിലെ ഏറ്റവും കൃത്യമായി വിലക്കയറ്റത്തിൻ്റെ തോതറിയാവുന്നത് ആ വീട്ടിലെ വീട്ടമ്മയ്ക്കാണ്. ആ വീട്ടമ്മമാരോട് വിലക്കയറ്റത്തിൻ്റെ തോതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ഈ വിഷയങ്ങളൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്തായിരുന്നാലും അതിൽ CPM മാധ്യമങ്ങളും ഒക്കെ സഹായിച്ച് ആ വിഷയം കൃത്യമായി കേരളത്തിൻ്റെ ഇടയിൽ ആ കോർ ഓഫ് കണ്ടൻറ്റ് ചർച്ച ചെയ്യുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആ വിഷയങ്ങൾ കേരളത്തിൽ ചർച്ചയാകട്ടെ എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കും. നമ്മൾ വീണ്ടും ഈ ജയസാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ശ്രീ കനകൂല് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരുന്നുണ്ടായിരുന്നു. നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ആയിരിക്കും. ഏതാണ്ട് 40% വോട്ടുകൾ LDFും UDFും നേടും. 15% വോട്ടുകൾ BJP നേടും. മാത്രമല്ല ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ UDFിന് കാര്യമായി ലഭിച്ചില്ല എന്നൊക്കെ റിപ്പോർട്ടിലെ പരാമർശങ്ങളായി വരുന്നുണ്ടെന്നാണ് അറിയുന്നത്. കേരളത്തിൽ വളരെ ലാൻഡ് സ്ലൈഡ് വിക്ടറി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഇവിടെ സർവേ നടത്താൻ വന്ന അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വളരെ കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. കാരണം അത്രമേൽ ജനവിരുദ്ധമായ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് ഈ നാട്ടിൽ ജീവിച്ചവർക്കും ഈ നാടിനെ കാണുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ ഒട്ടേറെ PR വർക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ശ്രീ കനകൂലു സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കേണ്ടതും ഒരു ചായയെങ്കിലും ചിലവായി മേടിച്ചു കൊടുക്കേണ്ടതും CPMകാർക്കാണ്. കാരണം അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയധികം വാഴ്ത്തിപ്പാടിയ മറ്റൊരു പ്രസ്ഥാനമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ശ്രീ MV നികേഷ് കുമാറിനോടാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ കോൺഫിഡൻസ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടാണ്. ഏതൊരു കാലഘട്ടത്തിലും CPMന് അപ്രമാദിത്യം കിട്ടുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. അതും CPMന് അന്നത്തെ കിട്ടിയ അപ്രമാദിത്യത്തെക്കാൾ മുകളിൽ ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. 2, ഞങ്ങൾ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ 95% ഉപതെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി ഞങ്ങളുടെ മുന്നണിയെ നോക്കിക്കാണുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. കേരളത്തിലെ ജനങ്ങളാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. അതിനപ്പുറമായിട്ട് യാതൊന്നും ഞങ്ങളുടെ കോൺഫിഡൻസിൻ്റെ അടിസ്ഥാനമല്ല. ആ ജനങ്ങളോടൊപ്പമാണ് ഞങ്ങളുള്ളത്. ഈ NSSൻ്റെയും SNDP യോഗത്തിൻ്റെയും ഒക്കെ നിലപാടുകൾ, പ്രത്യേകിച്ച് NSSൻ്റെ നിലപാട് പ്രതിപക്ഷ നേതാവിനെതിരെയൊക്കെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർത്തുന്നത്. NSS SNDP യോഗം ഇതിൻ്റെ ഒക്കെ ഒരു അവർ സമുദായിക ഐക്യത്തിന് ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുന്നതാണ് കണ്ടത്. UDFിന് അനുകൂലമായിരിക്കും NSSൻ്റെ ഒക്കെ ഒരു നിലപാട് കരുതുന്നുണ്ടോ? സമുദായ സംഘടനകളൊക്കെ തന്നെയും UDF വരണം എന്നാഗ്രഹിക്കുന്നു എന്ന് കരുതുന്നുണ്ടോ? കേരളത്തിലെ സമൂലമായ ജനത UDF വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ NSS SNDP എന്നുള്ളത് മാത്രമല്ല, കേരളത്തിലെ ക്രൈസ്തവ സംഘടനകളും മുസ്ലിം സംഘടനകളും പിന്നോക്ക സംഘടനകളും എല്ലാം തന്നെ UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിപ്പോൾ അവർ ഈ കഴിഞ്ഞ 9.5 കൊല്ലം കേരളത്തിൽ ജീവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ്. പിന്നെ NSSനെ SNDPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവിധ വിഷയങ്ങളിൽ വിവിധ നിലപാടുകളാണ് അവർ സ്വീകരിക്കാറുള്ളത്. കാരണം അവരുടേതായ നിലപാടുകൾ അതെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം NSSനും SNDPക്കും ഉണ്ട്. ഇപ്പോൾ എല്ലാ വിഷയങ്ങളിലും UDFിനെ അനുകൂലിക്കണം അങ്ങനെ യാതൊരു നിർബന്ധവുമില്ല. കാരണം അവർക്ക് അവരുടേതായ നിലപാടുകളുണ്ടല്ലോ.
അപ്പോൾ ഞങ്ങളെ വിമർശിക്കേണ്ട വിഷയങ്ങളുണ്ടാകും. ആ വിമർശനങ്ങളുണ്ടെങ്കിൽ ആ വിമർശനങ്ങളെ വിമർശനമായി ഉൾക്കൊണ്ടുകൊണ്ട് അത് എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താൻ ഞങ്ങൾ തയ്യാറാകും. ഇനി NSSനും SNDPക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിമർശനങ്ങളുണ്ടെങ്കിൽ ഞങ്ങളതിനെ പരിഗണിച്ച് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തും, അല്ലാത്തതാണെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവിനെ സമുദായങ്ങളുടെ തിണ്ണ നിരങ്ങുന്നയാളെന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇല്ല, അങ്ങനെ ഒന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാണ് കേരളത്തിലെ ജനത. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. അദ്ദേഹത്തെ പലകുറി തോൽപ്പിക്കാൻ വേണ്ടി പല സമുദായിക നേതാക്കന്മാരും ശ്രമിച്ചിട്ടുള്ള ചരിത്രവും നമുക്കറിയാം. പക്ഷേ അദ്ദേഹം ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും ഭൂരിപക്ഷം ഉയർത്തിയാണ് വരുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. നോക്കൂ, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രീയ നേതാവിനെ വിമർശിക്കാൻ ഈ കേരളത്തിലെ ഏത് സംഘടനയ്ക്കും അവകാശമുണ്ടെന്നേ. അപ്പോൾ ഞങ്ങൾ ഒരു വിമർശനങ്ങളെ അസഹിഷ്ണുതയോടെ നേരിടുന്നല്ലോ. ഞങ്ങൾ ആരെങ്കിലും കുലം കുത്തിയെന്നോ അല്ലെങ്കിൽ ഈ NSSൻ്റെ SNDPയുടെ നേതാവിനെ നികൃഷ്ട ജീവിയെന്നോ ഞങ്ങളാരും വിളിക്കാൻ പോയിട്ടില്ലല്ലോ. ഞങ്ങളത്ര അസഹിഷ്ണുതയുള്ള പാർട്ടിയല്ല. കാരണം NSSും SNDPയും ഒക്കെ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തോട് ഏറ്റവും ചേർന്ന് നിന്ന പ്രസ്ഥാനങ്ങളാണ്. R ശങ്കറിൻ്റെയും മന്നത്ത് പത്മനാഭൻ്റെയും പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അവർക്ക് ഞങ്ങളെ വിമർശിക്കാനും ഞങ്ങളെ അനുകൂലിക്കാനും ഞങ്ങളെ തിരുത്താനും ഒക്കെ അവർക്ക് അത് പറയാനോ അഭിപ്രായം പറയാനോ എല്ലാം സ്വാതന്ത്ര്യമുള്ള പ്രസ്ഥാനമാണ്. അതിനെ ഞങ്ങളെന്തിനാണ് അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതെന്നും തെറ്റായി കാണുന്നത്? അത് അവർ അവരുടെ സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നു. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തോടുകൂടി അവർ പറയുന്ന ശരിയായി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും അവർ പറയുന്ന തെറ്റിനെ തെറ്റായി തന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോഴും ഈ പറഞ്ഞ പോലെ പാരമ്പര്യം താങ്കൾ പറഞ്ഞ പോലെ അവകാശപ്പെടുന്ന SNDP യോഗത്തിന്റെ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ പച്ചയ്ക്ക് വർഗീയത പറയുകയാണ്, മലപ്പുറത്തെ മുസ്ലിങ്ങളെ തള്ളി പറയുകയാണ്, അത് പിന്നീട് ലീഗിനെതിരെയാണെന്ന് വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ പരസ്യമായി നിങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ടോ വെള്ളാപ്പള്ളി നടേശൻ? ഏറ്റവും ശക്തിയുക്തം അതിനെ എതിർത്ത ആരാണ്? അത് കോൺഗ്രസ് അല്ലേ? അത് പ്രതിപക്ഷ നേതാവല്ലേ? പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ മുഖമല്ല, പ്രതിപക്ഷ നേതാവിനപ്പുറം അല്ല, ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഖമാരാണ്? അത് പ്രതിപക്ഷ നേതാവാണ്. KPCC അധ്യക്ഷനും അതിനെ എതിർത്ത് പറഞ്ഞു. ഇതൊക്കെ ഇതിനകത്ത് വർഗീയത പറയുന്ന ആരാണെങ്കിലും വർഗീയതയെ നമ്മൾ തള്ളി പറയും. വർഗീയത പറയുന്ന ഒരാളുകളുമായിട്ട് നമുക്ക് ഒരു നിലപാടും ഉണ്ടാവില്ല. അവരെ എതിർക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. കോൺഗ്രസ് സ്ഥാപിതമായ കാലഘട്ടം മുതൽ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം വർഗീയത എന്ന് കൊടികുത്തി ഈ നാട്ടിൽ വാഴുന്നുവോ അന്ന് കോൺഗ്രസ് പ്രസ്ഥാനം തകരുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ രാജ്യത്ത് വർഗീയ കക്ഷികൾക്ക് വേരൂന്നാനുള്ള യാതൊരു വളവും ഞങ്ങൾ ഒഴിച്ചു കൊടുക്കില്ല എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആരാണ് വർഗീയതയ്ക്ക് വെള്ളവും ഒഴിച്ചു കൊടുത്തത് എന്നുള്ളത് നിങ്ങൾ ചർച്ച ചെയ്യണം. അതിന് കാരണം എന്താ? ഈ രാജ്യത്ത് BJPക്ക് ഏറ്റവും കൂടുതൽ സ്പേസ് കൊടുത്ത പാർട്ടി ആരാ? RSSന് ഏറ്റവും കൂടുതൽ സ്പേസ് കൊടുത്ത പാർട്ടി ആരാ? അത് CPM ആണ്. 1967 പരസ്യമായി ഒരു മുന്നണിയിൽ ചേർത്ത്, കാരണം ഗാന്ധി വധത്തിനൊക്കെ ശേഷം RSSനെ നിരോധിച്ചതിന് ശേഷം ഈ ഹിന്ദു മഹാസഭയൊക്കെ മാറ്റി നിർത്തപ്പെട്ടതിന് ശേഷം ഇവർക്കൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് സ്പേസ് കൊടുത്തത് അത് CPM ആണ്. സംയുക്ത വിധായക് ദളിൽ അന്ന് 1967 പഞ്ചാബിൽ ഹർകിഷൻ സിംഗ് സുർജിത്ത് കൺവീനറായ മുന്നണിയിൽ അന്ന് ഇവർ അംഗങ്ങളാണ്. അതിനുശേഷം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പരസ്യമായ കൂടിച്ചേരലുകളായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി എങ്ങനെയാണ് UDFന് കൂട്ടുകൂടാനാവുക? അവരുടെ വോട്ട് എങ്ങനെയാണ് UDFന് വാങ്ങാനാവുക? ഒന്ന്, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം അവർ ഉന്നയിക്കുന്നില്ല എന്ന് അമീർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. രണ്ട്, മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു പാർട്ടിയുമായിട്ടും ഞങ്ങൾക്കൊരു ബന്ധവും ഉണ്ടാവില്ല. അല്ല, അങ്ങനെ അമീർ പറഞ്ഞതുകൊണ്ട് മാത്രം അവരുടെ ആശയങ്ങൾ പൂർണ്ണമായും മാറ്റി എന്ന് ചിന്തിക്കാമോ? ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാണ് അവരുടെ പ്രഖ്യാപിതമായ നയങ്ങൾ പ്രഖ്യാപിക്കുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞങ്ങൾക്ക് മതരാഷ്ട്രവാദമില്ല, ഞങ്ങൾ മതരാഷ്ട്രവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല, ഞങ്ങൾ ഈ രാജ്യത്തെ സെക്യുലറിസവും ഭരണഘടനയും അംഗീകരിക്കുന്നവരാണ്, അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്, അതിൻ്റെ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി എന്നാണ് അവർ പറഞ്ഞത്. ആ പ്രസ്താവനയെ ഞങ്ങൾ മുഖവിലക്കെടുക്കുകയാണ്. രണ്ട്, ഇവരിങ്ങനെ പറയാത്ത കാലഘട്ടത്തിലും ഇവരെ സംരക്ഷിച്ചതാരാണ്? അല്ലെങ്കിൽ ഇവരെ ചേർത്ത് പിടിച്ചതാരാണ്? CPM അല്ലേ? ഈ രാജ്യത്ത് ഏതായാലും വീക്ഷണം ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടില്ല. ദേശാഭിമാനി ജമാഅത്തെ ഇസ്ലാമിയെയും പുകഴ്ത്തിക്കൊണ്ട് എഴുതിയ എഡിറ്റോറിയൽ ഇന്ന് അവൈലബിൾ ആണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമായി പലകുറി ചർച്ച നടത്തി പിണറായി വിജയൻ എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ തന്നെയാണ്. പരസ്യമായി കാൻഡിഡേറ്റ്സിന് വേണ്ടി വോട്ട് പിടിക്കാൻ പോയത് ഇവരായിരുന്നു എന്നുള്ളത് അറിയാം. ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ണൂരിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങൾ വരെ തെളിവുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഞങ്ങൾക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്നും ഞങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യത്തിലും ഭരണഘടനയിലുമാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് അതിനകത്തെ പ്രശ്നം? എന്താണ്? രണ്ട്, നിങ്ങൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ രാജ്യത്തെ മുസ്ലിം ലീഗിനെതിരാണ് ഇവർ പറയുന്ന എല്ലാ ആരോപണങ്ങളും. നോക്കൂ, മുസ്ലിം ലീഗ് ഈ സംസ്ഥാനത്തില്ലാതായാൽ മുസ്ലിം ലീഗ് കൊടുക്കുന്ന ആ സ്പേസ് എടുക്കാൻ പോകുന്നത് വേറെ ആരാണ്?
അത് ഏറ്റവും എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള സംഘടനകളായിരിക്കും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വർഗീയത പോരാ എന്ന് പറഞ്ഞ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം രൂപീകരിച്ച പാർട്ടിയാണ് INL. ഇന്ന് അവരെവിടെയാണ്? ആരുടെ ഘടകകക്ഷിയാണ്? CPMൻ്റെ ഘടകകക്ഷിയാണ്. ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് വർഗീയതയ്ക്ക് വെള്ളവും വളവും കൊടുത്തത് CPM ആണ് എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിനെ പോലെ നോക്കൂ, ഇപ്പോൾ എത്ര പൈതൃകമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗുണ്ട്. അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണ്. പക്ഷെ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് അതിന് തൊട്ടു മുമ്പും അതിന് ശേഷവുമായി മുസ്ലിം ലീഗിൽ വലിയ പിളർപ്പുണ്ടായി. പാകിസ്ഥാൻ വാദം ഉന്നയിക്കപ്പെട്ടു. ആ പാകിസ്ഥാനിലേക്ക് മുസ്ലിം ലീഗ് ഒരു വലിയ വിഭാഗം പോയി. അന്നും ഞങ്ങൾ പാകിസ്ഥാനിൽ അനുകൂലിക്കുന്നവരല്ല, ഇവിടെ വിഭജനം അനുവദിക്കുന്നവരല്ല, അല്ലെങ്കിൽ ഞങ്ങൾ അനുകൂലിക്കുന്നവരല്ല. ഞങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന വിശ്വസിക്കുന്ന, നെഹ്റുവിലും ഗാന്ധിയിലും വിശ്വസിക്കുന്ന, ജനാധിപത്യവും സോഷ്യലിസവും മതേതരത്വവും വിശ്വസിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ആ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ പിന്മുറക്കാരാണ് ഇന്നത്തെ മുസ്ലിം ലീഗ്. അപ്പോൾ അങ്ങനെ ഒരു മുസ്ലിം ലീഗ് കേരളത്തിലുള്ളപ്പോൾ അവർ ഇല്ലാതായാൽ, അവരെ എല്ലാവരും കൂടെ തകർക്കാൻ ശ്രമിച്ചാൽ, അവർ ഇല്ലാതായാൽ ആ സ്പേസ് എടുക്കാൻ പോകുന്ന ആരാണ്? അത് എക്സ്ട്രീമിസ്റ്റ് സംഘടനകളായിരിക്കും. അത് എടുക്കുവാൻ വേണ്ടിയുള്ള ഗൂഢ ഉദ്ദേശമാണ് BJPക്കും RSSനും ഇന്ന് CPMനും ഉള്ളത്. ഈ BJP കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനത്തിൽ മുന്നേറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതൊക്കെ നിസ്സാരമായി തള്ളിക്കളയാനാകുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഇതവർ 3 സീറ്റെങ്കിലും പിടിക്കുമെന്നാണ് പറയുന്നത്. കേരളത്തിലാകെ 10 സീറ്റെങ്കിലും എന്നാണ് അവരുടെ അവകാശവാദവുമായി വരുന്നത്. BJP അങ്ങ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുതി തള്ളാൻ കഴിയും? അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയില്ലേ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ എന്ന് കരുതി അവർ ജയിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. ഒന്ന്, അവർ ഇതിലും വലിയ പ്രഖ്യാപനങ്ങളുമൊക്കെ ആയിട്ട് ഇതിന് മുന്നേയും വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. 2, ഒരു ന്യൂ ഏജ് BJP റൈൽ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് 2014 ശേഷം, അല്ലെങ്കിൽ 2010 ശേഷം നരേന്ദ്രമോദിയുടെ നേതൃത്വമൊക്കെ വന്ന അമിത്ഷാ ഇതിൻ്റെ ഒരു മുഖ്യ റോളിലേക്കൊക്കെ വന്നതിന് ശേഷം കേരളത്തിലെ BJP നേരിടുന്ന ഏറ്റവും വലിയ ഡിക്ലൈനേഷൻ ഓഫ് വോട്ടാണ് 2025 നിങ്ങൾ 2009 മുതലുള്ള BJPയുടെ വോട്ട് പെർസെൻറ്റേജ് എടുക്കണം. 2009 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അതിനേക്കാൾ കൂടുതലാണ് 2010 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അതിനോടൊപ്പമോ അതിനോട് ചേർന്നുമാണ് 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും 20 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല. പക്ഷേ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPക്കുള്ളത് 19.4% ഓഫ് വോട്ടാണ് കേരളത്തിൽ. പക്ഷേ 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്കുള്ളത് 14.3% ആണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5% ഡിക്ലിനേഷനാണ് കേരളത്തിൽ BJPയുടെ വോട്ട് പെർസെൻറ്റേജിൽ ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇത്ര വലിയ ഡിക്ലിനേഷൻ കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അവർ തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചു എന്ന് പറഞ്ഞു. ശരി, അവർ മുഖ്യ പ്രതിപക്ഷമായി കുറച്ച് നാളുകളായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിൽക്കുകയാണ്. അവർ ജയിച്ചു, അത് വസ്തുതയാണ്. പക്ഷെ നിങ്ങൾ നോക്കൂ, BJPയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുടെ വളർച്ചയായി താരതമ്യപ്പെടുത്തണം. ഇവിടെ ആകെ ഉണ്ടായിരുന്ന 25 പഞ്ചായത്തിൽ നിന്ന് 28 പഞ്ചായത്തായി BJP മാറി. 4 പഞ്ചായത്തിൻ്റെ കൂടുതലാണ് BJP വർധനവായി പറയുന്നത്. ജില്ലാ പഞ്ചായത്ത് 2 ഉണ്ടായിരുന്നു, 0 മാറി. അവിടെ ഡിക്ലിനേഷനാണ് ഉണ്ടായത്. ബ്ലോക്ക് പഞ്ചായത്ത് അതേ സ്ഥിതി തുടരുകയാണ്. മുനിസിപ്പാലിറ്റി അതേ സ്ഥിതി തുടരുകയാണ്. ഭരിച്ചുകൊണ്ടിരുന്ന പന്തളം മുനിസിപ്പാലിറ്റി പോയി. ഭരിച്ചുകൊണ്ടിരുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി പോയി. ഭരിച്ചുകൊണ്ടിരുന്ന ആവണിശ്ശേരി പഞ്ചായത്ത് പോയി. ഇങ്ങനെ പല പഞ്ചായത്തുകളും അവരുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ BJPയുടെ നില ശുഭകരമല്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനത അവരുടെ വർഗീയതയുടെ വിഷ കാർഡ് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ഒരു സമുദായവും നോക്കാതെ ജാതി മത ഭേദമന്യേ ആളുകൾ തിരിച്ചറിഞ്ഞു ഇവർ വന്നാൽ അപകടമാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ 5% ഡിക്ലിനേഷൻ ഉണ്ടായിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ പോകാത്ത ഒരു പാർട്ടിയാണ് BJP. ഇതേ നില 2021 എന്തായിരുന്നോ അതേ നില 2026 തുടരും. നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചാണ് തുടങ്ങിയത്. കോൺഗ്രസിൻ്റെ മുഖമായിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷന് നേരെ ഉയർന്ന ആരോപണങ്ങൾ, ലൈംഗിക ആരോപണങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാക്ടർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് പാലക്കാട് പോലെ ഒരു മണ്ഡലത്തിലൊക്കെ അത് വലിയ തിരിച്ചടിയാകും എന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഒന്ന്, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് എടുക്കാവുന്ന ഏറ്റവും വലിയ നടപടികളെടുത്ത ഒരു പ്രസ്ഥാനമാണ്. അതേ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നും അതിൻ്റെ 10-1 പോലും നടപടി എടുക്കാത്ത പാർട്ടിയാണ് CPM എന്നുള്ളത് കൊണ്ട് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള തിരിച്ചടിയും ഉണ്ടാകാനില്ല. 2, അതിൽ ധാർമ്മികമായ വിഷയങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. ആ വിഷയങ്ങളെ ഞങ്ങൾ ആദ്യ റൗണ്ടിൽ തന്നെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുകയും അതിനുവേണ്ട നടപടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും CPM തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ഇതേ സമാനമായ കേസുകളിൽ പ്രതിയായ മുകേഷ് ഇപ്പോഴും MLA തുടരുകയാണ്. CPMൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ അംഗമായി തുടരുകയാണ്. CPMൻ്റെ കമ്മിറ്റികളിൽ പങ്കെടുക്കുകയാണ്. ഈ
ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കുന്ന ഏതെങ്കിലും ഒരു ഡിവൈഎഫ്ഐക്കാരനോ സി പി എമ്മുകാരനോ, എന്നാൽ ഈ മുകേഷിനെ നോക്കി ഇയാൾ ഈ പാർട്ടിയിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് പറയാനുള്ള കെൽപ്പുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടോ? ഒരുത്തനും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സി പി എമ്മിനുള്ളിലെ ആ എന്താ പറയുന്നത്, അതുപോലുള്ള കാര്യങ്ങളിൽ മറുപടി പറഞ്ഞിട്ട് മതി. മാതൃകാപരമായി ഞങ്ങളുടെ കാര്യത്തിൽ മാതൃകാപരമായ ഒരു നടപടിയെടുത്ത കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കമൻറ്റ് ചെയ്യാൻ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇനി ഇതിൽ കൂടുതൽ പാർട്ടിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. ആ വിഷയമൊക്കെ കഴിഞ്ഞ വിഷയമാണ്. യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ ഡിവൈഎഫ്ഐ ഉൾപ്പെടെ വലിയ പ്രചാരണം നടത്തുന്നത് വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വീട് നിർമ്മാണം, അതിൻ്റെ ഫണ്ട് തട്ടിപ്പ് എന്നൊക്കെ ഉയർത്തിക്കൊണ്ടാണ്. അതിൽ യൂത്ത് കോൺഗ്രസ് പലതവണ ക്ലാരിറ്റി വരുത്തിയിട്ടും അതിലൊരു ക്ലാരിറ്റി വന്നു എന്ന് കരുതുന്നുണ്ടോ? ഒന്ന്, ആ വിഷയത്തിൽ ഞങ്ങൾ പറയാവുന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിൽ ഞാൻ ഒരിക്കൽ കൂടി അത് പറയാൻ ആഗ്രഹിക്കുക. കാരണം നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ച പൈസയ്ക്ക് പാർട്ടിക്ക് കണക്കുണ്ട്, അത് പാർട്ടിയെ ബോധിപ്പിക്കും, നിങ്ങളെ ബോധിപ്പിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന സി പി എമ്മുകാരൻ്റെ ശൈലിയല്ല ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങളത് ബോധിപ്പിക്കാൻ തയ്യാറാണ്. രണ്ടാമത്തെ കാര്യം, വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അന്നേ പറഞ്ഞു, വയനാട് ഫണ്ട് അന്ന് സ്വരൂപിക്കുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ തന്നെ പല ഘടകങ്ങൾ ചേർന്നാണ്. യൂത്ത് കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട്, കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട്, ഞങ്ങളുടെ മറ്റ് പോഷക സംഘടനകളെല്ലാം സ്വീകരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് വയനാട് ഫണ്ട് കളക്ട് ചെയ്തത്. UDFനെ സംബന്ധിച്ചെടുക്കുമ്പോൾ മുസ്ലിം ലീഗ് മറ്റൊരു ഫണ്ട് സ്വരൂപണം അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ടായിരുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം അവർ ഏക ഫണ്ട് കളക്ഷനാണ് നടത്തിയത്, അത് DYFI ആണ് നടത്തിയത്. 9.5 കൊല്ലമായിട്ട് ഭരിക്കുന്ന CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഏക ഫണ്ട് കളക്ഷൻ നടത്തിയത് DYFIയുടെ പേരിലാണ്. ഞങ്ങൾ നടത്തിയത് 10-12 ഞങ്ങളുടെ സംഘടനകളുടെ പേരിലാണ് എന്നുള്ളതാണ് ആദ്യത്തെ വ്യത്യാസം. രണ്ട്, ഞങ്ങൾ പറഞ്ഞത് 30 വീടുകൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ 100 വീടുകൾ, ആ 100 വീടുകളിലാണ് ഈ 30 വീടുകൾ ഉൾപ്പെടുന്നത്. രണ്ട്, കർണാടക സർക്കാർ 100 വീടുകൾ കൊടുക്കുമെന്ന് പറഞ്ഞു. ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്ക് 20 കോടി രൂപ അവർ സർക്കാരിന് കൈമാറിയിട്ടുണ്ട്, 100 വീടുകളുടെ കാശ്. 3, മുസ്ലിം ലീഗ് 100 വീടുകൾ കൊടുക്കുമെന്ന് പറഞ്ഞു. ആ 100 വീടുകളുടെ ഏതാണ്ട് 51 വീടുകളുടെ പണി പൂർത്തീകരിച്ചു. അവരുടെ ബെനിഫിഷ്യറീസിനെ തിരഞ്ഞെടുക്കാനുള്ള പ്രോസസ്സും ഏകദേശം പൂർത്തീകരിച്ചിരിക്കുകയാണ്. വയനാട്ടിൽ ആകെ വേണ്ടത് 510 വീടുകളാണ്. അതിനകത്ത് ഞങ്ങൾ തന്നെ അല്ലെങ്കിൽ ഞങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന 300ഓളം വീടുകളുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ഇനി 3, ഞങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യം. ഞങ്ങൾ അതിനകത്ത് പിരിച്ച തുക 1.25 കോടി രൂപയോളം കൊടുത്ത് ഇപ്പോൾ KPCCക്ക് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ മഹാസമ്മേളനത്തിൽ വെച്ച് മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ KPCCക്ക് കൈമാറി. ആ തുകയും ചേർത്ത് വെച്ചുകൊണ്ട് വയനാട്ടിൽ 3 ഏക്കറോളം സ്ഥലം മേടിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് സ്ഥലം ലഭ്യമാകാൻ താമസിച്ചത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം അതറിയാവുന്നവർക്കറിയാം, വയനാട്ടിൽ ഭൂപ്രശ്നം വളരെ വലുതാണ്. സർക്കാർ തന്നെ ഒരു എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി എടുത്ത സമയം 1 വർഷമാണ്. ആ എസ്റ്റേറ്റിന് വേണ്ടി ഏറ്റെടുക്കാൻ കോടതിയിൽ കൊടുത്തത് ഏതാണ്ട് 50 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. ഒരു സർക്കാർ സംവിധാനം തന്നെ അത്രയും പണം മുടക്കി ഏറ്റെടുത്ത ഒരു എസ്റ്റേറ്റ് ഉള്ളപ്പോഴാണ് ഞങ്ങൾക്ക് കൃത്യമായ നിയമസാധുതയുള്ള ഒരു ഭൂമി ലഭ്യമാവാൻ കുറച്ച് കാലതാമസം എടുത്തു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ അത് ലഭ്യമായി. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചു. തറക്കല്ലിടലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ്. ഏതാണ്ട് ഒരു 9 മാസത്തെ സമയം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഇത്തരത്തിൽ ഞാൻ ചോദിക്കുന്ന ഒരു ദുരന്ത ബാധിതർക്ക് വീട് നൽകുന്നതിൽ അതിലൊക്കെ തന്നെയും ഇങ്ങനെ തർക്കങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്ര ഡിലേ വരുത്തുന്നതിലേക്കൊക്കെ പോകേണ്ടുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞല്ലോ വിനീത, ഇതിനകത്ത് ഭൂമി ലഭ്യമാകാൻ താമസമെടുത്തു. ഇപ്പോൾ മുസ്ലിം ലീഗിന് ഭൂമി ലഭ്യമായി. ആദ്യം തന്നെ വില്ലേജ് ഓഫീസർ കൊണ്ട് അവിടെ കത്ത് കൊടുക്കുകയാണ്, ഈ ഭൂമി നിയമസാധുത ഇല്ലാത്തതാണെന്ന് പറഞ്ഞ്. അങ്ങനെ നിയമസാധുത ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്ത് വയനാട്ടിലെ ഭൂമി പ്രശ്നം വളരെ വലുതാണ്. പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട വലിയ വിഷയമാണ്. അത് ഹൈ റേഞ്ചുകൾ, ഇടുക്കി ഉൾപ്പെടെ സ്ഥലങ്ങളിൽ ആ വിഷയമുണ്ട്. ശരി, സർക്കാർ എന്തായിരുന്നു ചെയ്യേണ്ടത്? ഞങ്ങൾ സർക്കാരിനോട് തുടക്കത്തിൽ ആവശ്യപ്പെട്ട കാര്യം എന്താ? ഞങ്ങൾ ഒരു സന്നദ്ധ സേവനത്തിന് വരുന്നവരാണ്. യൂത്ത് കോൺഗ്രസ് പൊതുജന സമക്ഷത്തിൽ നിന്ന് അത് പലവിധമായ ചലഞ്ചുകൾ മുഖേന ഫണ്ട് സ്വരൂപിച്ച് വയനാട്ടിൽ ഒരു സന്നദ്ധ പ്രവർത്തനമാണ് നടത്തുന്നത്. അപ്പം ഞങ്ങൾക്ക് ഭൂമി ലഭ്യമാകുമ്പോൾ അതിന് വേണ്ട നിയമപരമായ ഇളവുകൾ നൽകാൻ ഈ സർക്കാർ ബാധ്യസ്ഥമായിരുന്നല്ലോ. പക്ഷെ അത് നൽകിയില്ല. അതിൻ്റെ തെളിവാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു ഭൂമി ലഭ്യമായി പണി തുടങ്ങുന്ന സമയത്ത് വില്ലേജ് ഓഫീസർ കൊണ്ട് കത്ത് കൊടുക്കുന്നത്. ഈ ഫണ്ടിൻ്റെ കാര്യമാണ് ഇവിടെ പ്രശ്നം. ഫണ്ടിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നതാണ് വലിയ ചോദ്യം. ഞങ്ങളാകെ ടാർഗറ്റ്, ഞാൻ ആദ്യം പറയുന്നത് ഒരിക്കൽ കൂടി പറയുകയാണ്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ 10ഓളം പ്രസ്ഥാനങ്ങൾ ചേർന്നാണ് അല്ലെങ്കിൽ 10ഓളം പോഷക സംഘടനകൾ ചേർന്നാണ് ഈ 100 വീടുകൾ എന്നുള്ള ഫണ്ട് സ്വരൂപിക്കുന്നത്. CPM ഏക പ്രസ്ഥാനത്തിൻ്റെ പേരിൽ DYFIയുടെ പേരിലാണ് ഈ ഫണ്ട് സ്വരൂപിച്ചത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ഫണ്ടിൻ്റെ ടാർഗറ്റ് തന്നെ അതിൻ്റെ 2.25 കോടി രൂപ മാത്രമേ ഉള്ളൂ.
അതിനകത്ത് ഏതാണ്ട് 1.25 കോടി രൂപയോളം ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ള തുകയും ഞങ്ങൾ പണി പുരോഗമിക്കുന്ന മുറയ്ക്ക് കൊടുക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. 2, ഞങ്ങൾ രക്തസാക്ഷി ഫണ്ടിൻ്റെ കണക്ക് ചോദിച്ചപ്പോൾ അതൊന്നും മാധ്യമങ്ങൾക്കോ നാട്ടുകാർക്കോ അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞവരെ പോലെയല്ല. ഞങ്ങളോട് ഈ ഫണ്ടിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അന്ന് സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ഞങ്ങളെല്ലാവരും ഇരുന്ന് പരസ്യമായി ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാധ്യമങ്ങൾക്ക് പരിശോധിക്കാൻ കൊടുത്തവരാണ്. എന്നാൽ ഞങ്ങൾ ഈ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് CPMൻ്റെ ഏരിയ കമ്മിറ്റിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വിടട്ടെ. കാരണം 2 റെസിപ്റ്റ് വെച്ചാൽ പിരിച്ചതെന്നാണ് പറഞ്ഞത്. പണക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ വ്യാജ റെസിപ്റ്റ് എടുക്കും. ആ റെസിപ്റ്റ് എഴുതിയിട്ട് ആ പണം എടുത്ത് പോക്കറ്റിലിടും. പാവപ്പെട്ടവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മറ്റേ റെസിപ്റ്റ് എടുക്കും. അതിൽ നിന്ന് കിട്ടണ 100, 200, 300 ഒക്കെ എടുത്ത് പാർട്ടി ഫണ്ടിലിട്ടിടും. ഇങ്ങനെ വലിയ ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്ന് അന്നത്തെ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ പറഞ്ഞെടുത്താണ് ഈ ഫണ്ടിൻ്റെ കണക്ക് തരാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്നൊരു പാർട്ടി പറയുന്നത്. അപ്പോഴാണ് ഞങ്ങൾ വളരെ ഉത്തരവാദിത്വപൂർണ്ണമായി ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒഫീഷ്യൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ രേഖ, അതിൻ്റെ കഴിഞ്ഞ 2 കൊല്ലത്തെ ട്രാൻസാക്ഷൻ രേഖ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. മാധ്യമങ്ങൾക്ക് പരിശോധിക്കാൻ കൊടുത്തു. നിങ്ങൾ പരിശോധിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. ഇതിൽ കൂടുതൽ സുതാര്യമായി ഞങ്ങൾക്ക് എങ്ങനെ അതിൽ നടപടിയെടുക്കാൻ പറ്റും? പിന്നെ പ്രചരണമാണ്. പ്രചരണം നോക്കൂ, CPMനെ സംബന്ധിച്ചിടത്തോളം പ്രചരണം നടത്താൻ അവർക്ക് മറ്റൊരു കാര്യവുമില്ലാതിരിക്കുന്ന സമയത്താണ് ഇത് വരുന്നത്. ആ പ്രചരണം അവർ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതല്ലാതെ അതൊക്കെ ഞങ്ങളുടെ ഇപ്പോൾ തറക്കല്ലിട്ട് ആ പണി തുടങ്ങുന്ന മുറയ്ക്ക് ആ പ്രചരണവും എന്നേക്കുമായി അവസാനിക്കും. ശരി, നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുൻപ് UDF ഒരു പ്രകടന പത്രിക തയ്യാറാക്കുമ്പോൾ നമുക്ക് അക്കമിട്ട് നിരത്തിയാൽ ആദ്യത്തെ ഒരു 5 പോയിന്റ് എന്തായിരിക്കും? മാനിഫെസ്റ്റോയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒന്ന്, ഈ നാട്ടിലുണ്ടാകുന്ന മൈഗ്രേഷനാണ് പ്രധാനപ്പെട്ട വിഷയം. മൈഗ്രേഷൻ നേരത്തേതിൽ നിന്ന് വിഭിന്നമായി നാടുമായി ഡിസ്കണക്റ്റഡ് ആവുന്ന മൈഗ്രേഷനാണ് ഇന്ന്. പണ്ടും ഗൾഫ് മൈഗ്രേഷനായിരുന്നു, അവർ പോയിട്ട് തിരിച്ചു വരുമായിരുന്നു. പക്ഷെ ഇന്ന് +2 കഴിഞ്ഞ് പോകുന്ന വിദ്യാർത്ഥികളാരും തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മൈഗ്രേഷൻ, എന്തുകൊണ്ടാണ് ഇവർ മൈഗ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അവർക്ക് വേണ്ട വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ കൊടുക്കുക, അതൊക്കെ തന്നെയാണ് വിഷയം. 2, നിങ്ങളീ പറയുന്നത് പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്കുള്ള ജോലികൾ 3-1 കുറയാൻ പോവുകയാണ്. അതായത് ഏത് ജോലികളും, ഇപ്പോൾ ഒരു ഡിസൈനർ വർക്ക് ആയിക്കൊള്ളട്ടെ, ഈ ഡിസൈൻ വർക്കിൽ ഇന്ന് വേണ്ടത് പ്രോംപ്റ്റ് കൊടുക്കാൻ ഒരാൾ വേണം, അത് ഡിസൈൻ ചെയ്യാൻ വേറെ ഒരാൾ വേണം, വെരിഫൈ ചെയ്യാൻ വേറെ ഒരാൾ വേണം. ഇങ്ങനെ 3 പേരാണ് ഇന്ന് ജോലിക്കുള്ളത്. ഇനി ഉറപ്പായും 10 കൊല്ലം കഴിയുമ്പോൾ ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ ഏതെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ അത് ഡിസൈൻ ചെയ്ത് വെരിഫൈ ചെയ്ത് തരുന്ന സിസ്റ്റത്തിലേക്ക് മാറും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ ഇനി വേണ്ടത് സസ്റ്റൈനബിളായിട്ടുള്ള ഒരു, അതായത് അതിജീവിക്കാൻ എങ്ങനെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. അതിലൊന്ന് മെൻ്റൽ സ്ട്രെങ്ത്താണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ തന്നെ വിദ്യാർത്ഥികളും യുവാക്കളും നേരിടുന്ന പ്രശ്നം മെൻ്റൽ സ്ട്രെങ്ത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവരുടെ ഇമോഷണൽ ബാലൻസിനെ പരിശീലിപ്പിക്കാനുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. നമ്മൾ ഇന്നേ വരെ ഒരു പാഠ്യപദ്ധതിയിലും മെൻ്റൽ സ്ട്രെങ്ത്തിനെ പറ്റി ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ഇന്നേ വരെ ഒരു പാഠ്യപദ്ധതിയിലും എങ്ങനെ ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാകണമെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. നാളുകളിൽ നമുക്കിനി തൊഴിലൊക്കെ അക്കൗണ്ടൻസി ജോബുകളായിക്കോട്ടെ, മറ്റ് ജോലികളായിക്കോട്ടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എടുക്കുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ നമ്മുടെ പഠന രീതി മാറണം, അതിനനുസരിച്ചുള്ള കരിക്കുലം മാറണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. 3, ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പദ്ധതികൾ. ഇപ്പോൾ കേരളത്തെ ആകെ ഒരു റിസോർട്ടായി കണ്ടാൽ, ഇപ്പോൾ കേരളത്തിലേക്ക് വരാൻ പോകുന്ന ആളുകൾ, ഈ ആളുകൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ 4 എയർപോർട്ടുകളുണ്ട്, 2 സീപോർട്ടുകളുണ്ട്, വലിയ അതിവേഗ റെയിൽപാതകളുണ്ട്, വന്ദേ ഭാരത് ട്രെയിനൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനുള്ളൊരു ഫെസിലിറ്റി ബാക്കി ജനങ്ങളുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇൻഫ്രാസ്ട്രക്ചർ അത്രമാത്രം ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ തിരുവനന്തപുരത്ത് കോവളം കാണാൻ വരുന്ന ആളുകൾ, വർക്കല ക്ലിഫ് കാണാൻ വരുന്ന ആളുകൾ, ഗവി കാണാൻ വരുന്ന പത്തനംതിട്ടയിലെ ബാക്ക് വാട്ടേഴ്സ് അനുഭവിക്കാൻ വരുന്നവർ, കൊച്ചി കാണാൻ വരുന്നവർ, മൂന്നാർ വരുന്നവർ, ഇങ്ങനെ കേരളത്തിലുടനീളം ഇപ്പോൾ വയനാട്ടിലും ഒക്കെ ടൂറിസവുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്ക് വേണ്ട ഏറ്റവും കൂടുതൽ ഫെസിലിറ്റേഷൻ കൊടുക്കേണ്ട ഒരു സർക്കാർ, ആ സർക്കാർ പദ്ധതികൾ ഇവിടെ ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. 4, തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും, അതായത് ഒരു സ്വയം പര്യാപ്തമായ തൊഴിൽ പദ്ധതി, സെൽഫ് സസ്റ്റൈനബിലിറ്റി കേരളത്തിലെ ഓരോ യുവതീ യുവാക്കൾക്കും ഉണ്ടാകണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ പരമ്പരാഗതമായി ആ തൊഴിൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസത്തിന് ഇത്ര കോളേജ് തുടങ്ങും എന്നതിനപ്പുറമായിട്ട് കാലികമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്രയേറെ മൈഗ്രേഷൻ നടക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ യുവതീ യുവാക്കൾ ഇത്രയേറെ മൈഗ്രേറ്റ് ചെയ്ത് അവരുടെ സ്വപ്നങ്ങൾക്കനുസൃതമായ കേരളം മാറാൻ സാധിക്കാത്തത് എന്നുള്ളതിൻ്റെ ഉത്തരമായിരിക്കും ഞങ്ങളുടെ മാനിഫെസ്റ്റോ. അവസാനിപ്പിക്കും മുൻപ് എത്ര സീറ്റുകൾ നേടി UDF വിജയിക്കുമെന്നാണ് താങ്കളുടെ ഒരു പ്രവചനം? 100+. ഉറപ്പാണ്? എന്താ സംശയം? 100+ സീറ്റുകളോടെ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ 2026 മെയ് മാസത്തിൻ്റെ പൊൻപുലരിയിൽ രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അതിലൊരാളായി അബിൻ വർക്കി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിപ്പോൾ അവസാനിപ്പിക്കാം. താങ്ക് യു. അബിൻ വർക്കിയാണ് നമ്മളൊപ്പം പോഡ്കാസ്റ്റിൽ പങ്കുചേർന്നത്.